ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. വടകര മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ SSLC+2 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വടകര ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വടകര നഗരസഭയുടെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്പേസിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ വർഷത്തെ SSLC+2 പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും SSLC പരീക്ഷയിൽ വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച സ്കൂളുകൾക്കും നഗരസഭ അനുമോദനം നൽകിയത്. അനുമോദന യോഗം നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത മോട്ടിവേറ്റർ ശ്രീകുമാർ പള്ളിയത്ത് ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പതേരി, AP പ്രജിത, M ബിജു, കൗൺസിൽ പാർട്ടി പ്രതിപക്ഷ നേതാവ് VK അസീസ് മാസ്റ്റർ, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ VV വിനോദ്, സ്പേസ് കോർഡിനേറ്റർ KC പവിത്രൻ മാസ്റ്റർ, ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ഗ്രീഷ്മ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി NK ഹരീഷ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ഏത് സംഘടനകളും അല്ലെങ്കിൽ മറ്റേതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഇതുവരെയായിട്ടും SSLC ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുന്ന ചടങ്ങ് നമ്മളേവരും കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തിനപ്പുറത്തേക്ക് നമ്മളും ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചിരുന്നത്. പക്ഷെ നമ്മളെ മുമ്പിലേക്ക് 2016 തുടക്കം കുറിച്ച സ്പേസിലൂടെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. അവരെ മുഴുവനും അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലേക്ക് എല്ലാ കുട്ടികളെയും അനുമോദിക്കണം എന്നുള്ള തീരുമാനിക്കുകയും ആ രീതിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ടൗൺ ഹാളിൽ നിറഞ്ഞ സദസ്സിന് മുമ്പാകെ നമുക്ക് ആ ഒരു പരിപാടി നടത്താൻ വേണ്ടി സാധിച്ചു. ഈ പ്രാവശ്യവും നമ്മൾ ആ തീരുമാനം തന്നെയാണ് എടുത്തത്. SSLC പരീക്ഷയിൽ മുഴുവനായിട്ടും വിജയിച്ച എല്ലാ കുട്ടികളെയും അനുമോദിക്കണമെന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, SSLC പരീക്ഷയിൽ A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ അനുമോദന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ വല്ലാത്ത രീതിയിലേക്കുള്ള മാനസിക പ്രയാസം അനുഭവിക്കുകയും ആത്മഹത്യാ പ്രവണതയിലേക്ക് എത്തുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്, കേട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളിപ്പം SSLC പരീക്ഷയും +2 പരീക്ഷയും വിജയികളായിട്ടാണ് ഇവിടെ എൻ്റെ മുമ്പിൽ ഓരോരുത്തരും ഇരിക്കുന്നത്. നമുക്ക് മുമ്പിലേക്ക് ഇത് മാത്രമല്ല ജീവിത വിജയമായിട്ടുള്ള പരീക്ഷ. SSLC കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ +2 കഴിഞ്ഞാൽ തുടർ പഠനം എന്നുള്ള രീതിയിലേക്ക് ഉപരിപഠനത്തിന് പോകുന്ന കുട്ടികൾക്ക് വഴിത്തിരിവായിട്ട് ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളൊക്കെ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഒരുപക്ഷെ ചെറിയൊരു ശതമാനം നമ്മുടെ രക്ഷിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് കുട്ടികളെ ആ രീതിയിലേക്ക് വിടുന്നതായിരിക്കും.